കേരളത്തിലെ പാകിസ്ഥാൻ സ്ഥലപ്പേരുകൾ മാറ്റണമെന്ന ജനവികാരത്തെ വിമർശിച്ച് എം.വി. ഗോവിന്ദൻ. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ജനം ടിവി നടത്തുന്ന ക്യാമ്പയിനെക്കുറിച്ച് ഡൽഹിയിൽ പ്രതികരിക്കുകയായിരുന്നു എം.വി. ഗോവിന്ദൻ. പാകിസ്ഥാൻ പേരിലുള്ള കേരളത്തിലെ സ്ഥലപ്പേരുകൾ മാറ്റേണ്ട കാര്യമില്ലെന്ന് എം.വി. ഗോവിന്ദൻ പ്രതികരിച്ചു. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ് കേരളത്തിൽ പാകിസ്ഥാന്റെ പേരിലുള്ള സ്ഥലനാമങ്ങളെപ്പറ്റി ജനം ടിവി ക്യാമ്പയിൻ ആരംഭിച്ചത്. ഇത്തരം സ്ഥലപ്പേരുകൾ പുനർനാമകരണം ചെയ്യണമെന്ന ജനം വാർത്തയോട് രൂക്ഷമായാണ് CPM സംസ്ഥാന സെക്രട്ടറി പ്രതികരിച്ചത്. എന്ത് നോക്കുമ്പോൾ അതിനകത്തൊരു വർഗീയത ഉണ്ടാവും. പിന്നെ മലയാളം ഒരു ശത്രുരാഷ്ട്രം എന്ന് പറഞ്ഞാൽ ആ ശത്രുരാഷ്ട്രത്തിന്റെ പേരാ ശത്രുരാഷ്ട്രത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളം. അത് ഉള്ളതെന്തിനാ ഇല്ലാണ്ടാക്കാൻ പോകുന്നത്? സംഘർഷം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മനസ്സിന്റെ ഉള്ളിൽ ഒരേ ഒരു ഈ വിഷം മാത്രമേ ഉള്ളൂ. ആ വിഷം എന്ന് പറയുന്നത് എങ്ങനെ സംഘർഷം ഉണ്ടാക്കാം, ജനങ്ങളെ എങ്ങനെ തമ്മിലടിപ്പിക്കാം, ഇതാണ് നിങ്ങളുടെ മുഖമുദ്ര. രാഷ്ട്രവിഭജനത്തിന് കാരണക്കാരനായ മുഹമ്മദ് അലി ജിന്നയുടെയും പാകിസ്ഥാന്റെയും പേരിലുള്ള സ്ഥലനാമങ്ങൾ പുനർനാമകരണം ചെയ്യേണ്ടതില്ലെന്നും അത് അങ്ങനെ തന്നെ തുടരട്ടെ എന്നും എം.വി. ഗോവിന്ദൻ അഭിപ്രായപ്പെട്ടു. അവിടെ ചൈനയിൽ പാകിസ്ഥാന്റെ പേരുണ്ടായിരുന്നോ? അല്ല, ഉണ്ടായിരുന്നോ ഞാൻ ചോദിക്കുന്നത്? ഇല്ല. പിന്നെ എന്തിനാണ് ചോദ്യം? ആവശ്യമില്ലാതെ ചോദിക്കാൻ പാടില്ല, ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ? ഇനി എന്തിനാണ് ചോദിക്കുന്നത്? ചൈനയിൽ അങ്ങനെ ഒരു പേരില്ലല്ലോ. ഇവിടെ അങ്ങനെ ഒരു പേരുണ്ടെങ്കിൽ എനിക്കറിയില്ല അതുണ്ടോ ഇല്ലയോ. ഉണ്ടെങ്കിൽ അത് ആ പേര് അങ്ങനെ നിന്നോട്ടെ. ആ പേരിനൊന്നും മാറ്റാൻ പുറപ്പെടണ്ട. പേര് മാറ്റാൻ വേണ്ടിയിട്ട് ഒരു ഭാഗം, പേര് മാറ്റാതിരിക്കാൻ വേറൊരു ഭാഗം. അതാ ഞാൻ പറഞ്ഞത്, ജനകീയ സംഘർഷം ഉണ്ടാക്കാനാണ്. പഹൽഗാമിലെ ഭീകരാക്രമണത്തെ സാമാന്യവൽക്കരിക്കുന്ന പ്രതികരണം നേരത്തെയും CPM നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടായി. ഇതിന് പിന്നാലെയാണ് പാകിസ്ഥാൻ സ്ഥലനാമങ്ങളെയും പിന്തുണച്ച് CPM രംഗത്തെത്തിയത്. ജനം, ഡൽഹി.